മനജേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ? ബാഗി? അതെന്താണ് ബാഗി? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണലുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊരെണ്ണം വാങ്ങണം. അപ്പോഴവിടെ നിന്ന് വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ, ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100ന്റെ 200ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാ അസത്തെ. ആ, സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. അല്ലേ? വാടാ. പോടാ അവിടുന്ന്. തള്ളിക്കൊണ്ടു പോടാം. ഇതാ ഞാൻ പറയുന്നത്, വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും പേശാം, ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. എന്റെ മുടിക്ക് വന്നേ. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചു കഴിവടമോനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും, ഇത് അതുമില്ല. അനലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു, ഇനി മിണ്ടില്ല. എടാ, എനിക്ക് അവളെ ഇഷ്ടമാ. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ എനിക്ക് മറക്കാൻ ഒക്കില്ല. കാരണം വെറുതെ കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അച്ഛനെ, നോക്കി കളിക്കണ്ടേ? പടത്തിനാ ഭയങ്കര തിരക്കാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എത്രണ്ണോ? ഒന്ന് മാറിക്കാശനെ, ഒരു അത്യാവശ്യ കാര്യം. ഭയങ്കര തിരക്കായിരുന്നു, ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ. പൈസ കുടിക്കാൻ കളറ്, സോഡ, സർബത്ത്, ചായ എന്താ? പടം കൊള്ളാൻ കേട്ടോ. വിജയകാന്ത് കലക്കിയിട്ടുണ്ട്. 4 സ്റ്റണ്ടും 3 പാട്ടുണ്ട്. ഞാനൊന്നല്ല സെക്കൻഡ് കയറി. എന്താ? കരുണാകരൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടാ. അപ്പൊ വരാന്നേ. ഓഹോ, നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ട് കളഞ്ഞു.
എടോ കരുണാകരൻ, സാർ. ഇതിലൂടെ സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. പറഞ്ഞ കേട്ടല്ലോ. അങ്ങോട്ട് വന്നേക്കണം കേട്ടാ. എന്താടോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്. ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ് ഒരു കാച്ചി കാച്ചി. പുള്ളിക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. അതായി ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലത്തെ വന്നതുകൊണ്ട് സാമ്പിളെ തിന്നു. ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോറിയൊന്നും നടത്തില്ലല്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യവും ഒക്കെ? 10-250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു. ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ. അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലിക്കാതെ കുത്തുന്നു. അതെ. വക്കീലേ, വക്കീൽ, ദാ, ഇത് വെച്ച്. താങ്ക്സ്. വരട്ടെ. അപ്പണി ഇത് പിടി. കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ല എന്താ? പോടാ പോട്ടെ. നിക്ക്. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മി മേഡം മോള്. ഓ, നിന്റെ. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് അവളെ കണ്ടെന്ന് തോന്നുന്നു. ആ. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു. അവളേതാ? നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഉരിക്കാടന്റെ കണ്ണ് അവിടം വരെ എത്തിയല്ലേ? ഇത് അധികം നാൾ നിൽക്കലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങിലാ. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. ആ, കൂലിക്കാടനില്ലേ? അകത്തുണ്ട്. ഡോക്ടർ എന്താ എസ് ഐ ആയിട്ട്? കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് പറഞ്ഞ് ഓ മനസ്സിലാക്കി. ശരി ശരി ശരി. ആ, വേഗം ചെല്ലേ. വെട്ടുകാട് കളച്ചന്റെ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ഏമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നത്. വേടാ. ഞങ്ങൾ വരട്ടെ സാറേ. ടാ, 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 ടാ. ഞങ്ങൾ വരട്ടെ. പണിക്കരോട് വിവരം പറഞ്ഞയക്കാം. വരട്ടെ. എന്നാ അങ്ങനെ ഇങ്ങനെയുണ്ടോടാ ചെറുക്കൻ? കൊള്ളാം. 4 പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട്. ഉഗ്രൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോടി പറയടി. ഏ, ഏ, തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ? ആണോ? ഇഷ്ടമായി, ഇഷ്ടമായി. പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിരകാലമായി നിങ്ങൾ ഏവരും കാത്തിരുന്ന കിങ്സ് കാർണിവൽ ഇതാ വരികയായി. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം കലാപരിപാടികളുമായി എത്തുന്നു കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന കാത്തിരുന്ന കാർണിവൽ കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ കാർണിവൽ, കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. കാർണിവലോ? എന്തോട്ട് കാർണിവലാ? ഇവിടെ ഇവന്മാര് എന്ത് കാണിക്കാനാ? നമ്മൾ തന്നെ ഇവിടെ പാടുപെട്ടിട്ട് ഒരു കോപ്പും കിട്ടണില്ല. ഇവന്മാര് കുറെ ഒലത്തും. ഏയ്, പണി ഇങ്ങോട്ട് പാടോ. ആ, ഒന്ന് വേഗം കുറഞ്ഞിടാ. നാളത്തെ ചന്തയ്ക്ക് കോയമ്പത്തൂർ എത്തിക്കണ്ട, ഇല്ലെങ്കിൽ അബ്ദുല്ലാക്കുട്ടി സൂയിപ്പുണ്ടാക്കും. ഒന്ന് പിടിക്ക്. ചാക്കാൻ കൊടുക്ക്. ഒന്ന് കൊണ്ടുപോകണം. വാടോ ഇങ്ങോട്ട്.
350 തരം മൊബൈൽ വാഹനങ്ങൾ സ്വയം കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിച്ച അതേ മാന്ത്രികൻ ആലപ്പി രാജൻ സംഘം നയിക്കുന്ന രാജ മാജിക് ലാൻഡിന്റെ പ്രദർശനം കാണണം ആഗ്രഹിക്കുന്ന എല്ലാ കലാസ്നേഹികളും വേഗം വേഗം ഡിഗ്രിയിൽ കരസ്ഥമാക്കി ഞങ്ങളുടെ അടിപ്പോറിയത്തിലേക്ക് പ്രവേശിക്കൂ. മഞ്ഞും മാമലകളും മഞ്ഞുട്ടി പക്ഷികളുടെ നടുവിൽ നിന്ന് വളർത്തിയെടുത്ത ഈ പനിനീർ പുഷ്പത്തിന് നറുമണമുണ്ടെങ്കിൽ ആസ്വദിച്ചു, ഇല്ലെങ്കിൽ പിടിച്ചു വലിച്ചെറിയൂ. ചരിത്രങ്ങളുടെ കൽക്കാടുകളുടെ വെള്ളാരം വാടകളുടെയും എണ്ണത്തിൽ പടങ്ങളുടെയും വാക്കത്തമ്മമാരുടെയും കറുത്തമ്മമാരുടെയും നാടായ ചെറുശ്ശേരിയുടെ രാജാങ്കണ തെരുവുകളിൽ സപ്തവർണ്ണങ്ങളാൽ ചാലിച്ചെഴുതിയ ഒരു ഇതിഹാസമായി മാറിയ രാജ മാജിക് ലാൻഡ്. റെഡിൽ വെക്കും. റെഡ് അതിനെ ഇറക്കാം. ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, ആനകാലി, മയിലുകാലി, ഒട്ടകങ്കാലി, കഴുതകാലി, കഴുതപ്പുലികാലി. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. രാജാവേ വെയ് രാജാവേ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെയും വെക്കാം. അവിടെ വെച്ചോ. കളമെല്ലാം കാലിയാണല്ലോ. അതിന് ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ തന്നെ പോയുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെച്ചോ, ഞങ്ങളൊക്കെ ഒരു കമ്പനിയാണ്. വെച്ചോ, ഇതിൽ വെച്ചോ, ഒരു പ്രശ്നമില്ല. ഇതിൽ വെച്ചോ. അതെ, 5 രൂപ വെച്ച്. 5 രൂപ. ഇനിയും വെക്കാം, ഇനിയും കളം കാലി. വെറുതെ കാശ് കാർണിവൽ കാണാൻ പോളൂ, കൊടുത്ത കാശ് മുതലാവും. എന്റെ അമ്മയുടെ ഒരു കാർഡ്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ പാമ്പ്. കാശ് താടോ. 15 രൂപ. ഇതും കൂടി വെച്ചു. ഇനി വെക്കുന്നില്ല. ഓ ശരി. അച്ഛൻ പറഞ്ഞിട്ടാ. കൈരേഖശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, കൈരേഖശാസ്ത്രം. എന്താടാ, ആരുമില്ലേ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ആ കാർണിവല്ലാത്ത. ഇവന്മാര് വലിയ കോടാലി ആവുമല്ലോ. നീ ആ കമ്മിറ്റിക്കാർ വന്ന് കരുത്തെ പിടിക്കണമെന്നെല്ലാം ചുരുട്ടിക്കെട്ട്. വാ. എങ്ങോട്ടാ? എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അറ്റാച്ച്ഡ് ബാത്റൂം പോലെ. ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ, ഈ വിളക്ക് വെച്ച് നിന്റെ മുഖത്ത് ആസ്തരയെ ഞാൻ കരിച്ചളയും. എന്റെ മോന്ത കണ്ടില്ലേ, പൂവൻകോഴി വിശ്വസിച്ചതുപോലെ സത്യം അവിടെ കുത്തിയിരുന്നു. ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അങ്ങ് വരാം. കൂട്ടിമുട്ടാൻ നമുക്ക്. ഞങ്ങൾ വയ്ക്കട്ടെ. പിന്നെ ഗുണം കാണിക്കരുത്. പിന്നെ പോകാം.
നമുക്ക് കയറി നോക്കാം. ഒന്ന് മാറിക്കേ, അറിയാൻ പാടില്ല. ഒന്ന് മാർക്ക് ഞങ്ങളൊന്ന് കളിച്ചു നോക്കട്ടെ. കാശ് പിടി, ടോക്കൺ കൊടു. എത്രയാ? ആകെ പറയാം, താൻ ടോക്കൺ കൊടു. 2 രൂപയാ? ആ ബോർഡൊന്ന് നോക്കാശാന്. 2 ദിവസം കൊണ്ട് കളിക്കാൻ വന്നു. 10 എങ്കിൽ പറയാം. 10 വിട്. 10 അവിടെ. ആ, എത്ര? 10. എനിക്കും 10. റെഡിൽ പിടിച്ചോ. സൂക്ഷിച്ച് വൈറ്റ് 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 വൈറ്റ്. ബ്ലൂ 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 ബ്ലൂ. യെല്ലോ 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 യെല്ലോ. എത്ര കാശാണ് ഇപ്പൊ കളിച്ചു കളഞ്ഞത്. എന്റെ ആശങ്ക ഞാൻ കളിക്കട്ടെ. യെല്ലോ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞ് കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. ഇവൻ ഞാൻ പറഞ്ഞില്ല കളിക്കാൻ. എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും നിന്നെയൊക്കെ ഞാൻ പറഞ്ഞോടാ. നീ പറഞ്ഞില്ലേ? എടാ ഞാൻ പറഞ്ഞു. മന്ത്രികളെന്ന പേരും പ്രശസ്തിയും കരസ്ഥമാക്കിയ അതേ മന്ത്രികൻ പ്രൊഫസർ ആലപ്പി രാജും സംഘവും നയിക്കുന്ന രാജാവ് മജിക് ലാൻഡ് ചരിത്രങ്ങളുടെ കൽപ്പാടുകൾ പതിഞ്ഞ കറുപ്പ്. ഇനിയും കറുപ്പ്. ഒരു കറുപ്പും കൂടെ. ഒരു ചോപ്പ്. അവിടെ ഇനി എനിക്കൊരു മഞ്ഞ. എനിക്കൊരു വെള്ള. എനിക്കൊരു ചോപ്പ്. പോരെ? ആശാനെ ഒരു വെള്ള. അതെ വെള്ള. വെള്ള മാത്രം. ഡബിൾ വൈറ്റ്. വൈറ്റ് ലക്കി. ഏതെല്ലാം കൂടെ എടുത്ത് റെഡിൽ വെക്കും. റെഡ് 1. റെഡ് ഡബിൾ. റെഡ് ട്രിപ്പിൾ. ടോക്കൺ കൊടുക്കണ്ട, സംഗതി പ്രശ്നമാവും. നീ ഇതെല്ലാം കൂടെ പോയി. ഹലോ, എനിക്ക് 3 ചാൻസ് 2 കഴിഞ്ഞുള്ളൂ. 6 പ്രാവശ്യം എറിഞ്ഞില്ലേ? ഇനി പറ്റില്ല ശനെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? 3 ചാൻസ് എന്ന് പറഞ്ഞാൽ 9 പ്രാവശ്യം എറിഞ്ഞ. ഞാൻ 6 പ്രാവശ്യം എറിഞ്ഞുള്ളൂ. കളിക്കാതെ സൂചിച്ചാടോ. ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തിനും ഇവിടെ കളിക്കാൻ പോണില്ല. സൂചിച്ചാടോ. കൈയെടുക്കാൻ ഉള്ള കാശ് മാറ്റി പോരാ. ഇനി ടോക്കൺ കൊടുക്കുന്നത് കേട്ടോ. മര്യാദയിലായിട്ട് എന്താണ്? മാറിക്ക, അങ്ങോട്ട് മാറിക്ക. വെക്കോ, ഒറ്റ നടക്കാണത്. ഓരോരുത്തന്മാർ കളിക്കാൻ വന്നിരിക്കുന്നു.
ധൈര്യം കൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കടാ. എടാ ഇന്ന് ഞാൻ പോയി ടോക്കന്മാർക്ക് കാശ് വാങ്ങിച്ചോണ്ടാ ചെല്. മിസ്റ്റർ ഒന്ന് നിക്കണേ, ഒന്നിങ്ങ് വന്നേ. എന്റെ സുമതിയേ, ഇത്രയും വലിയ കെങ്കേമൻ ഇടി ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരാ? അല്ല മോനെ, ഓരോ ഇടിക്കും ഓരോ കിണ്ടലാണ് വെയിറ്റ്. എന്റെ അമ്മോ, എന്റെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയി. നമ്മുടെ ഭരതനാശാനെ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. നല്ല സ്റ്റണ്ട് കാണാം. ടോക്കൺ ഇല്ല, പിന്നെ ആയിരിക്കുന്നത് വാഴപ്പണ്ടിയാണ്. ടോക്കൺ തരാൻ പറ്റില്ല. അതിന്റെ കാരണമല്ലേ ചോദിച്ചത്. പറയാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണമല്ലോ, ഇല്ലെങ്കിൽ കളി നിർത്തി ഷട്ടർ ഇട്. മിസ്റ്റർ, നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം. കാരണം അറിയണമെങ്കിലേ ഭായിയോട് പോയി ചോദ്യം. ഭായ്? ഏത് ഭായ്? ഞങ്ങൾ കാശാണോ തരണം? ഉള്ള കളിക്കാതെ ടോക്കൺ താടോ. മര്യാദക്ക് ടോക്കൺ കൊടുക്കണോ? എന്താ കാര്യം? എന്താ ആശാനെ, നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ? ഞാനില്ലേ ഇവിടെ. എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ നേർന്നു കേട്. കൈയെടുക്ക്. ഇരിക്കെ. എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അങ്ങോട്ട് ഇരിക്കുന്നേ. കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഒന്നും വേണ്ട. എന്തെങ്കിലും? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ കാര്യം പറ. പറയാം. എന്താ പേര്? ഭരതൻ. എന്റെ പേര് ചന്ദ്രപ്പൻ. സ്നേഹമുള്ള ഒരു ബായി എന്ന് വിളിക്കും. 23 വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി. വാ വാ വാ. ഇതാണ് എന്റെ മകള് റാണി. ഇതല്ലി എന്റെ ഭാര്യ. 2ാം ഘട്ടാണ്. അതെന്തോ ആവട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത് അത് പറ. എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവായി സൂചിയേറിൽ പങ്കെടുക്കരുത്. കാരണം? മിസ്റ്റർ ഭരതൻ, 50,000 രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടകയായി കൊടുത്തത്. പോലീസിനും പഞ്ചായത്തിനും വേറെ. 10-200 ജോലിക്കാര്, അവരുടെ ശമ്പളം, മറ്റ് ചെലവുകൾ. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവൂ. നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഭരതനെ പോലെ 3-4 പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും. മരണക്കിണർ, മാജിക് ഷോ, മിനിസു, ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാ? സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു. സൂചിയേറെന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല, അതൊരു പ്രാക്ടീസും കൂടിയാണ്. ഉന്നം തെറ്റാതെ എറിയാൻ അറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ളവരുടെ ഭീഷണി ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ്. പറയൂ, നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം? ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിത് അടച്ചുപൂട്ടേണ്ടി വരും. ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ?
വ്യവസ്ഥ ഞാനിപ്പോ വരാം. വാ. എന്തായി ഭായി എന്താ പറഞ്ഞേ? ഒത്തുതീർപ്പാക്കണമെന്ന്. എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത്? ആ ഡോ. താനെന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല. താൻ ടൗണിൽ ക്യാബറ നടത്തിരുന്ന ആളല്ലോ? ഞാൻ ലോബോ, ഫോർട്ടൂച്ചിലാ വീട്. അന്ന് ക്യാബറയായിരുന്നു പണി. ഇപ്പൊ ഇവരുടെ കൂടെ റിക്ക ഡാൻസാ. താൻ ഇതിനിടയ്ക്ക് എവിടെ പോയി? അവിടെ വരെ. ഇത് വെച്ചോ, ഒരു പാരിതോഷികമായി കരുതിയാ മതി. എനിക്ക് വേണ്ട. എണ്ണി നോക്ക, പോരെങ്കിൽ പറ. എന്തിനാ എനിക്ക് കാശ് തരുന്നത്? ഭരതൻ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യരുത്. എന്റെ തൊഴിലിനൊരു ഭീഷണിയാവരുത്. അതുകൊണ്ടാ. ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ്, എന്നാലും ഞാനിത് വാങ്ങില്ല. സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത്. ഞാനും എന്ത് തൊഴിലാ ഭരതൻ ചെയ്യുന്നത്? ആനമയിലൊട്ടകം, മുച്ചീട്ട്, നാടകുത്ത്, പിന്നെ ഒരല്പം മാങ്ങ കച്ചവടം. 4-5 കുടുംബങ്ങൾ കഴിയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ കാർണിവൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടി. ആയി എന്നെ ഓർത്ത് ഉറങ്ങാതിരിക്കണ്ട. ഞാൻ കാരണം ഇത് പൂട്ടേണ്ടി വരില്ല, തീർച്ച. പിന്നെ വ്യവസ്ഥ എന്നൊക്കെ വെറുതെ ചോദിച്ചതാ. പോട്ടെ. നിക്കേ. നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അധികം സമയമെടുക്കില്ല. ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താനിത് വാങ്ങിക്കില്ലെന്ന്. എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം. തന്നെ എനിക്ക് ബോധിച്ചു. ഒരു ജോലി തന്നാൽ താനത് സ്വീകരിക്കുമോ? പെട്ടെന്ന് എങ്ങനെയാ ഇതിനൊരു മറുപടി പറയാ? ധൃതിയില്ല. നാളെയോ മറ്റന്നാളോ അറിയിച്ചാൽ മതി. 10 പവന്റെ സ്വർണം, 15 രൂപ സ്ത്രീധനം, അതാ അവരുടെ ഡിമാൻഡ്. അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല. സ്വർണ്ണം അവൾക്കുണ്ട്. കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടെ ചേർത്ത ഒരു 10 തയ്ക്കാം. പിന്നെയും വേണമല്ലോ കല്യാണ ചെലവ് വേറെ. എന്ന് നടത്താന്നാ അവര് പറയുന്നത്. ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനെയാണ് ദൈവഹത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആശാൻ ആ ജോലി ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. തന്നെയുമല്ല, ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ? അതുമല്ല ആശാനെ, വനജയുടെ കല്യാണത്തിന് കുറെ പൈസയുടെ പോരായില്ലേ? ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭായിയോട് പറയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം. തരും, തീർച്ചയായും തരും. ചോദിക്കാതെ തന്നെ അയാൾ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ. അപ്പൊ പിന്നെ വായ്പ ചോദിച്ചാൽ തരാതിരിക്കുവോ? ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കൊള്ളാം, നല്ല ചോദ്യം. ആശാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്ത കാര്യം നടക്കൂ. വാ കീറിയിട്ടുണ്ടെങ്കിൽ അര ദൈവം തരും. എനിക്ക് ഉറപ്പുണ്ട്. കുറെ കാലം ആശാന്റെ കൂടെ നടന്നല്ലേ. അല്ലറ ചില്ലറ വേലയൊക്കെ നമുക്കും അറിയാം. അതൊക്കെ മതി ജീവിക്കാൻ, അല്ലേടാ? പിന്നെ ഇതാ ചോദിച്ച 10,000 രൂപയുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്കാം. മാസം 2,500 രൂപയായിരിക്കും ഭരതന്റെ ശമ്പളം. ഇന്ന ജോലിയെന്നില്ല, അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്യേണ്ടി. അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരൂ. അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ. ശരി, പറ്റേ. ശരി. ജെയിംസിനെ ഇടിച്ചവനെയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വീകരിച്ചത്. എടേ, 3 വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് ഇടിച്ച് തറപറ്റി. അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു. ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാ. എന്നു മുതൽ തുടങ്ങിയപ്പോ ഈ പുതിയ ചിന്ത? നീ പറ ജെയിംസേ, ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടോ? വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ബായിവേട്ടൻ നിൽക്കൂ. അതില്ല. പിന്നെന്തിനായി ചോദ്യം? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അന്ന് ബായി തടഞ്ഞുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഇനി അവനെന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും. പറഞ്ഞില്ല എന്ന് വേണ്ട. നീ നന്നാവില്ലടാ ജെയിംസേ. ഓ, ഞാൻ സഹിച്ചോളാം.